എടാ മക്കളെ വേറെ ലെവല് ഗ്രൗണ്ടടാ, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങള്. പിച്ചോ? എടാ പിച്ചൊക്കെ സെറ്റാണ് മക്കളെ, നിങ്ങൾ ഭയങ്കര രജിസ്റ്റർ ചെയ്യാൻ നോക്ക്. മക്കളെ ലിങ്ക് അയച്ചിട്ടുണ്ടോടാ, രജിസ്റ്റർ ചെയ്തോ. ഏത് ലീഗാടാ ചോമനെ? ആടാ നിന്നോട് പറഞ്ഞില്ലേ, സാറിലെ പോട്ടെ. എടാ പറയടാ, രജിസ്റ്റർ ചെയ്തിട്ടാ. എടാ ഇത് നിനക്ക് കളിക്കാൻ പറ്റില്ല, നീ മറ്റേ എ ഡിവിഷൻ കളിച്ചാലേ. ഇല്ല, ഞാൻ എയും ബിയും കളിച്ചിട്ടില്ല. പിന്നെ ഏതാ കളിച്ചാൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യാം. എടാ ഇതേ നമ്മുടെ ചാനലിൽ കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, ക്രിക്കറ്റിന് അവസരമില്ല, കളിക്കാൻ പറ്റില്ല ലെതർ ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് കൃത്യമായിട്ട് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ടീം നമ്മുടെ തോന്നുന്നത്, അവരുടെ ടേൺ എന്ന് പറയുന്ന ഒരു ലീഗ്. ഇതിനകത്ത് അപ് ടു സി ഡിവിഷൻ പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കളിക്കാൻ അവസരമായേ ഈ രാജഗിരി ഗ്രൗണ്ടിലാ? ഈ രാജഗിരി ഗ്രൗണ്ടിൽ ഇത്ര അടിപൊളി ഗ്രൗണ്ടിൽ കളിക്കാം. അത് മാത്രമല്ല ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. അതായത് 6 ബോളേഴ്സ് വേണം. അതുകൊണ്ട് നീ അവിടെ പോയിരുന്നിട്ട് എല്ലാ ഓവറൊന്നും എറിയാൻ പറ്റുന്നില്ല, 3 ഓവർ വെച്ചിട്ട് എറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നീ ചോദിക്കും ബാറ്റേഴ്സിന് അവസരം ഉണ്ടോ എന്നുള്ളത്. 25 ബോൾ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊക്കോളം ആരായാലും. 120 സ്ലോട്ടുള്ളൂ. ഓൾറെഡി രജിസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി രജിസ്റ്റർ ചെയ്യാനും കളിക്കാൻ അവസരമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോ. അൺസോൾഡ് പ്രൈസിൻ്റെ പരിപാടി ഇല്ല, നല്ല കിടലൻ ലീഗായിരിക്കും ഇത്. സോ രാജഗിരി പോലൊരു മനോഹരമായ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന, ക്രിക്കറ്റ് ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ അമച്വർ പ്ലേയേഴ്സിനും ഇതുപോലൊരു കിടിലൻ അവസരം കിട്ടാനില്ല.